TCS നാസിക്കിലെ ലൈംഗിക ആരോപണ കേസിൽ മുഖ്യമന്ത്രി നിദാ ഖാന് ഇടക്കാല ജാമ്യമില്ല. സംസ്ഥാന സർക്കാരിന്റെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയും നിലപാട് അറിഞ്ഞ ശേഷം തീരുമാനമെടുക്കാമെന്ന് കോടതി വ്യക്തമാക്കി. പ്രതി പട്ടികയിലെ 8-ൽ 7 പേരെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വി വിനോദ വിവരങ്ങളുമായി ചേരും. വിനോദ്, വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് TCSലേത്. ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും കൂടുതൽ പീഡനങ്ങളുടെ, ബുർക്ക ധരിക്കാത്തതിന്റെ പേരിലുള്ള അധിക്ഷേപങ്ങളുടെ, ലൈംഗിക അതിക്രമങ്ങളുടെയൊക്കെ കാര്യങ്ങളാണ്. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സർക്കാരും കോടതികളുമൊക്കെ ഈ വിഷയത്തിൽ കാര്യങ്ങൾ കളിപ്പിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, ദേശീയ അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ ഇപ്പോൾ പരിശോധന നടത്തുന്ന കേസിലാണ് കോടതിയുടെ സുപ്രധാനമായ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടിയാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. അതായത് ഈ കേസിലെ 8 പ്രതികളിൽ ഒരാളായ വനിത ആ ഓഫീസിലെ HR വിഭാഗത്തിൻ്റെ മേധാവിയാണ്. ഇവർക്ക് ഇടക്കാല ജാമ്യം നൽകണമെന്ന ആവശ്യമായിരുന്നു നിദാ ഖാന്. എന്നാൽ ഇടക്കാല ജാമ്യം നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. മാത്രമല്ല, ഇവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം എന്ന ഒരു നിർദ്ദേശം മാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെയും അന്വേഷണ സംഘത്തിൻ്റെയും തീരുമാനം അറിഞ്ഞ ശേഷം ഇടക്കാല ജാമ്യം നൽകാമെന്നതിൽ ഒരു തീരുമാനമെടുക്കാമെന്ന തലത്തിലേക്കാണ് കോടതിയുടെ തീരുമാനം പോയത്. അവിടെ തന്നെ റസാ മേമൻ എന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ തന്നെ നിരന്തരമായി പീഡിപ്പിച്ചുവെന്ന ഒരു പെൺകുട്ടിയുടെ പരാതി 8 എഫ്ഐആറുകളാണ്, 9 എഫ്ഐആറുകളാണ് ഇതുവരെ ആകെ രജിസ്റ്റർ ചെയ്തത്. അതിൽ തന്നെ ഈ കൂട്ടം ചേർന്ന് ഒരു വിഭാഗത്തിലെ ജീവനക്കാർ വലിയ തോതിൽ ലൈംഗിക അധിക്ഷേപം നടത്തുക, അല്ലെങ്കിൽ ആ താല്പര്യത്തിന് വഴങ്ങണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുക, അല്ലാത്തവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുക. ആസിഫ് അൻസാരി എന്ന മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെയും ഈ തരത്തിൽ പെൺകുട്ടിയുടെ പരാതിയുണ്ട്. ഈ 9 എഫ്ഐആറുകളിൽ ഒരു എഫ്ഐആറിലാണ് ഈ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, മറ്റ് ജീവനക്കാരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കൂടിയുള്ളത്. നേരത്തെയും ഇത്തരത്തിലുള്ള പരാതികളിൽ ഇങ്ങനെ ഒരു വിഭാഗം ജീവനക്കാരെക്കുറിച്ച് മതം മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രേരിപ്പിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ അന്വേഷണം ഇക്കാര്യത്തിൽ തുടരുന്നുണ്ട്. കൃത്യമായി ഈ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നാസിക് സിറ്റി പോലീസ് കമ്മീഷണർ സന്ദീപ് കാർണിക്കിനെ കണ്ട് ദേശീയ വനിതാ കമ്മീഷൻ കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്.